ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഇന്നത്തെ കുട്ടി ഗോസ്പലിലേക്ക് സ്വാഗതം. ഈ ഞായറാഴ്ച നമ്മൾ ആഘോഷിക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ തിരുനാളാണ്. തിരുനാളുകളുടെ തിരുനാൾ എന്നാണ് ഈ തിരുനാൾ അറിയപ്പെടുക. അതോടൊപ്പം തന്നെ കൂദാശകളുടെ കൂദാശ എന്നറിയപ്പെടുന്നുണ്ട്. സാക്രമെന്റ് ഓഫ് സാക്രമെന്റ്സ് എന്ന് പറയാം. ഇന്ന് എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത് ഒരു ഷോർട്ട് ഫിലിമാണ്. യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. ദ വെയിൽ റിമൂവ്ഡ് എന്ന് അതിന്റെ പേര്. ദ വെയിൽ റിമൂവ്ഡ്. വെയിൽ എന്ന് പറഞ്ഞാൽ വിരി എന്നർത്ഥം. അപ്പൊ വിരി മാറ്റിയത്, അങ്ങനെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. അത് പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. ഒരു പക്ഷെ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് ഈ ഞായറാഴ്ച നിങ്ങളത് വീണ്ടും ഒന്നെടുത്ത് കാണണം. സിനിമ ഇങ്ങനെയാണ്. ഒരു യൂറോപ്പിലെ ഒരു ബ്രഹ്മാണ്ഡമായ പള്ളി, ഭയങ്കര ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചറൊക്കെ ഉള്ള ഒരു പള്ളിയാണ്. വലിയ പള്ളിയാണ്. ഈ പള്ളിയിൽ കുർബാന നടക്കുകയാണ്. ഒരു 10-15 പേരെ പള്ളിയിലുള്ളൂ. ഫുൾ ഇങ്ങനെ നീലറിൽ ഇങ്ങനെ മുട്ടുകുത്തി ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് ആൾക്കാരെ. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ, അയാള് പള്ളിയിൽ വന്നതല്ല, അയാൾ വഴി കൂടി പോയപ്പോ പള്ളി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആ മനുഷ്യൻ എന്താന്ന് ഒരു കൗതുകത്തോടെ കയറുകയാണ്. അദ്ദേഹം പ്രധാനപ്പെട്ട വാതിലിന്റെ ഭാഗത്ത് നോക്കുമ്പോഴേക്കും അവിടെ വായനകൾ നടക്കാണ്, കുർബാന നടക്കാണ്. അപ്പൊ ഈ മനുഷ്യന് ഈ പോക്കറ്റിൽ കൈയിട്ട് വളരെ കൂളായിട്ടാണ് ഈ മനുഷ്യൻ കയറുന്നത്. ഒരു ടൂറിസ്റ്റ് കയറുന്നവരെയാണ് ഈ മനുഷ്യൻ കയറുന്നത്. ഇത് കയറി ഏറ്റവും ബാക്കിലുള്ള ഏറ്റവും പിന്നിലുള്ള ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മുട്ടൂത്തി കുരിശുവരെ ഒന്നും ചെയ്തില്ല, ബെഞ്ചിലൊന്നും ഇരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും അച്ഛൻ ഇങ്ങനെ പുൾപിറ്റ് കയറി പ്രസംഗം തുടങ്ങി. പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും പിന്നെ ഇദ്ദേഹത്തിന് തോന്നി ആരൊക്കെയോ ഇങ്ങനെ കയറി വരുന്നു എന്ന് തോന്നി. പക്ഷെ നോക്കുമ്പോൾ ആരെയും കാണുന്നൊന്നുമില്ല. പിന്നെ കാഴ്ചവെപ്പിന് വേണ്ടി ഒരു കപ്പിള്, ഒരു ഹസ്ബൻഡും വൈഫും അവരുടെ കുട്ടിയുമായിട്ട് ഇങ്ങനെ കാഴ്ചവെപ്പായിട്ട് വരികയാണ്. അപ്പൊ കയ്യില് കാസിം സിബോരും ഒക്കെ ഉണ്ട്. അവരിങ്ങനെ പള്ളിയുടെ നടുഭാഗത്തോട് ഇങ്ങനെ നടന്നു വരാനുണ്ട. ആ സമയത്ത് ഇയാൾ നോക്കുമ്പോൾ അതിന്റെ പിന്നിൽ 2 മാലാഖമാരെ, ചിറകൊക്കെയുള്ള 2 ഒറിജിനൽ മാലാഖമാരെ. ഈ മനുഷ്യൻ ഇങ്ങനെ അത്ഭുതത്തോടെ നിൽക്കുക. കാരണം അയാൾ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ അച്ഛന് കാഴ്ച പോലെ കൊടുത്തിട്ട് ഈ 2 മാലാഖമാരുടെ ആൾത്താരിലേക്ക് കയറിപ്പോയി. അതിനുശേഷം പരിശുദ്ധന് മുമ്പുള്ള ഒരു പ്രാർത്ഥന ഉണ്ടല്ല, ആകയാൽ സകല ദൂതന്മാരും മുഖ്യദൂതന്മാരും ഭദ്രാസനന്മാരും അതീശന്മാരും സ്വർഗീയ വൃന്ദങ്ങളോടൊക്കെ ചേർന്ന് അവിരാമോ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പാടുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം അച്ഛൻ പറഞ്ഞു കഴിയുമ്പോ ഈ ആൾത്താരയിൽ നിറയെ മാലാഖമാരാണ്. അതിന് മുകളിലായിട്ട് നോക്കുമ്പോഴേക്കും ഇങ്ങനെ മേഘത്തിന്റെ തുണ്ടുകൾ ഇങ്ങനെ കാണാം. ആ മേഘത്തിലൊക്കെ പല തട്ടിലായിട്ട് വിശുദ്ധര്. ആൾത്താര മുഴുവൻ സ്വർഗീയ വൃന്ദങ്ങൾ കൊണ്ട്, സ്വർഗം തന്നെ ആൾത്താരയിൽ വരുന്ന കാഴ്ച കാണുന്നത്. ഇയാൾ നോക്കുമ്പോൾ കുർബാനയിൽ നിന്ന് അച്ഛൻ മാറിയിട്ട് അവിടെ ക്രിസ്തുവായി. അപ്പം എടുത്ത് ഉയർത്തി ഇതെന്റെ ശരീരമാണെന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവാണ്. കാസ എടുത്ത് ഉയർത്തുമ്പോൾ അത് ക്രിസ്തുവാണ്. അതിനുശേഷം ക്യാമറ മുകളിലോട്ട് പോകുമ്പോൾ കാണുന്നത് കുരിശാണ്. ഈ കുരിശില് ക്രിസ്തു മുറിവേറ്റ് പിടഞ്ഞ് കിടക്കുന്ന രംഗമാണ്. ഈശോയുടെ ശരീരം മുഴുവൻ ഇങ്ങനെ രക്തത്തിൽ കുഴിച്ച് കിടക്കുകയാണ്. ഈ രക്തം ഇങ്ങനെ രക്തം ഒഴുകി ഈശോയുടെ കാലിന്റെ വിരലിലൂടെ ഒരു തുള്ളി രക്തം ഇങ്ങനെ ഈ കാസയിലിരിക്കുന്ന വീഞ്ഞിലേക്ക് ഇങ്ങനെ ചേരുന്ന ഒരു രംഗമുണ്ട്. പരിശുദ്ധ കുർബാന ഒരു വൈദികൻ അർപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഈ ഷോർട്ട് ഫിലിം പറയുന്നത്. നമ്മളിത് കാണുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞു പോകും. കാരണം അത്രയൊരു സ്വർഗീയ അനുഭൂതിയാണ്. ഒരു വൈദികൻ കുർബാന അർപ്പിക്കുമ്പോൾ സ്വർഗം മുഴുവൻ അൾത്താരയിലേക്ക് ഇറങ്ങി വരും എന്ന് പറയണേ. സ്വർഗം മുഴുവൻ അൾത്താരയിലേക്ക് ഇറങ്ങി വരും. നമ്മളിന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്ന മക്കളെ, ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്താണെന്നറിയാമോ? അത് സ്വന്തം മകനെയാണ്. ആ സ്വന്തം മകൻ സ്വന്തം ശരീരവും രക്തവും നമുക്ക് തന്നിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് പോയത്. ഇത് ഭക്ഷിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാവും. അവൻ ഒരിക്കലും മരിക്കില്ല എന്നുള്ളത് ഈശോ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രോമിസ് ആണ്. നമ്മള് ഈശോനെ സ്വീകരിക്കുമ്പോൾ ആ ഒരു ചിന്തയോടെ വേണം ഈശോനെ സ്വീകരിക്കാൻ. ആ ഒരു മനസ്സുണ്ടാവണം. എന്താ പ്രാർത്ഥിക്കേണ്ടതെന്നറിയാമോ? ഈശോയെ, ഞങ്ങൾ കുർബാനയ്ക്ക് പങ്കെടുക്കുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഒരു വിരിയുണ്ട്. സ്വർഗം കാണാൻ പറ്റുന്നില്ല, മാലാഖമാരെ കാണാൻ പറ്റുന്നില്ല, ഈശോനെ കാണാൻ പറ്റുന്നില്ല. ഈശോനെ കാണാനും സ്വർഗം കാണാനും ഉള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിന്റെ ആശംസകൾ. എല്ലാവർക്കും ഹാപ്പി സൺഡേ.